പിന്നെ PK ഫിറോസിന് കൂലിയും വേലയില്ലാതായിരുന്നു. പിന്നെ അക്ഷരം കുറേ പറഞ്ഞു, കൂലിയും വേലയില്ലാത്ത എങ്ങനെയാണ് വീട് വെച്ചത്, എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത്. പിന്നെ പറയുന്നു ഇവർക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഇവർക്ക് ട്രാവൽസ് ഉണ്ട്, വില്ല പ്രോജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് വിദേശയാത്രയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് മുണ്ട് പൊക്കി കാണിച്ചു. ഇവരെ പൊതുവിൽ അങ്ങനെ മുണ്ട് പൊക്കുന്ന ഏർപ്പാടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങാടി തോറ്റതിന് അമ്മയോട് പറയാറുണ്ട്. അങ്ങാടി തോറ്റതിന് മുണ്ട് പൊക്കുന്ന ആളെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അത് ഈ പറഞ്ഞ അൽപ്പനാണ്. ഇതിനൊക്കെ പറയണം, ഞാൻ ED-ക്ക് പരാതി കൊടുക്കും, വിജിലൻസിന് പരാതി കൊടുക്കും. ഈ അൽപ്പനോട് പറയട്ടെ, ED-യിലല്ല, വിജിലൻസിലല്ല, CBI-ക്ക് പരാതി കൊടുത്താലും ഈ രോമത്തിൽ പോലും ഒരു പോകൽ. ഈ നാട്ടിലെ ഒരു ലീഗ് പ്രവർത്തകന്റെയും ഒരു ദേഹത്ത് ഒരു പൊടി മണ്ണിടാൻ ഈ അൽപ്പനല്ല 1000 അൽപ്പന്മാർ വിചാരിച്ചാലും സാധ്യമാവില്ല എന്ന ആത്മവിശ്വാസം, ആ അഭിമാനബോധം ഓരോ ലീഗ് പ്രവർത്തകനും. തിരിച്ചൊരു കാര്യം ഞാൻ പറയാം. ഈ അൽപ്പൻ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്നു. അന്ന് മന്ത്രിയായപ്പോ ഈ മലപ്പുറത്ത് വന്നൊരു വെല്ലുവിളി നടത്തി. യൂത്ത് ലീഗ് രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോ, രാജിവെക്കാൻ എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് എന്നല്ലടോ, AKG സെന്ററിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ അൽപ്പൻ പ്രസംഗിച്ചു പോയി. ആ അൽപ്പനെ മന്ത്രി കസേരയിൽ നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് അത് സീസൺ 1. മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് സീസൺ 1. നാളെ സീസൺ 2 ആരംഭിക്കാൻ പോവുകയാണ്. MLA സ്ഥാനത്ത് നിന്നും താഴെയിടാനുള്ള എല്ലാ ആയുധവും സംഭരിച്ചിട്ടാണ് നമ്മൾ തൊഴിലിറങ്ങിയിട്ടുള്ളത്. ഇത്തരം അഴിമതിക്കാരെ, ഇത്തരം സ്വജനപക്ഷപാതികളെ, ജനങ്ങളെ ഇമ്മട്ടിൽ ഭരിച്ചു കുടിക്കുന്നവരെ, അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ, അവരെ പിടിച്ച് താഴെയിടുക എന്ന ഉത്തരവാദിത്വം കൂടി 2026-ൽ നമുക്ക് നിർവഹിക്കാനുണ്ട്. അതിന് സജ്ജരായി നിൽക്കുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.